എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 1-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നാളെ 1-ാം തീയതിയാണ്. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഗ്യാസിന്റെ വില പുതുക്കി നിശ്ചയിക്കുന്ന ദിവസം 1-ാം തീയതിയാണ്. നാളെ രാജ്യത്ത് ഗ്യാസ് വില കൂടാനാണ് സാധ്യത. വാണിജ്യ സിലിണ്ടറിന് വില കൂടിയേക്കും എന്നാണ് റിപ്പോർട്ട്. വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് എന്താണ് വരുന്നത് എന്ന് നാളെ കാത്തിരുന്ന് കാണാം. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 1 മാസത്തേതിന്റെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് 2 മാസത്തേത് ഉണ്ടാകും. 3200 രൂപ ലഭിക്കും എന്നാണ് വിവരം. ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷനിലെ NSAP വീതം 300, 200, 500 ഒക്കെ കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുകയുടെ വിതരണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കിട്ടിയിട്ടുള്ളവർ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം 15-ാം തീയതിയോട് കൂടി ഉണ്ടാകും. 2 മാസത്തേത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മസ്റ്ററിങ്ങിന്റെ സമയം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും 12 ദിവസം കൊണ്ട് സംസ്ഥാനത്തെ പകുതിയോളം ആളുകളാണ് മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ചെയ്യാത്ത ആളുകൾ വേഗം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 2 മാസത്തെ കാലാവധി ഇനി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുണ്ട്. മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ബയോമെട്രിക് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. അതിനും ഈ സമയമാണുള്ളത്. അപ്പോൾ പരാജയപ്പെടുമോ വിജയിക്കുമോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്നതിന് അല്ലെങ്കിൽ ആ ഒരു സമയം കിട്ടുന്നതിന് വേണ്ടി നേരത്തെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓണത്തിന് റേഷൻ കാർഡുള്ളവർക്ക് നമ്മൾ കാത്തിരുന്ന പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. കൂടുതൽ അരി വിഹിതങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 വിധത്തിലുള്ള സ്പെഷ്യൽ അരികളാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റേഷൻ കട വഴി ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളും അതുപോലെ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ റേഷൻ കാർഡുകാർക്കും ലഭിക്കുന്ന 4 ഭക്ഷ്യക്കിറ്റിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതുമാണ് വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് ജൂലൈ 31 കൂടി അവസാനിച്ചു. നാളെ 1-ാം തീയതിയും ഞായറാഴ്ചയും 2 ദിവസം റേഷൻ കട അവധിയാണ്. 3-ാം തീയതി മുതലാണ് സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. ഈ മാസത്തെ ഏറ്റവും വലിയ പ്രത്യേകത നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഓണമായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ വിഹിതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. 10 രൂപ 90 പൈസ നിരക്കിൽ നീല റേഷൻ കാർഡിന് 3 കിലോ അരിയും വെള്ള റേഷൻ കാർഡിന് 7 കിലോ അരിയും ഉണ്ട്. ഈ 2 റേഷൻ കാർഡിനും 2 കിലോ വീതം ഗോതമ്പും 4 ആട്ടയും ഉണ്ട്. ഇതുകൂടാതെ നീല വെള്ള റേഷൻ കാർഡിന് 10 കിലോ അരി 25 രൂപ നിരക്കിൽ 10-ാം തീയതി മുതൽ റേഷൻ കടയിലൂടെ വാങ്ങാം. അങ്ങനെ വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 17 കിലോ അരിയും നീല റേഷൻ കാർഡുള്ളവർക്ക് 15 കിലോ അരിയും സ്പെഷ്യലായി ലഭിക്കും. ഇത് കൂടാതെ 2 കിലോ വീതം ഗോതമ്പും 4 ആട്ടയും നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി കൂടി 4 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപ വീതം നൽകണം. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട ഒരു ആട്ടയ്ക്ക് 9 രൂപ നിരക്കിൽ നൽകുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിനാണ് സൗജന്യ ഭക്ഷ്യക്കിറ്റുള്ളത്. 10-ാം തീയതി മുതൽ റേഷൻ കടകളിലൂടെ സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണവും നടക്കും. ആ സമയത്ത് തന്നെയാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള 10 കിലോ വീതം അരി 25 രൂപ നിരക്കിൽ ലഭിക്കുക. പിന്നെ 4 ഭക്ഷ്യക്കിറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തേത് അത്തം കിറ്റാണ്. ഇതിൽ 3 കിലോ മട്ടരി അല്ലെങ്കിൽ ജയാരി കുറുവാരി ഉണ്ടാകും. പിന്നെ ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ, പഞ്ചസാര 1 കിലോ, തൂരപ്പരിപ്പ് 1/2 കിലോ, ചെറുപയർ പരിപ്പ് 250, കടുക് 100 ഗ്രാം, ഉലുവ 100, ജീരകം 100, മഞ്ഞൾപ്പൊടി 100, പുട്ടുപൊരി 1/2 കിലോ, മിൽമ നെയ്യ് 50, പായസ മിക്സ് 200 ഗ്രാം, സാമ്പാർ പൊടി 100, മുളക് പൊടി 100, മല്ലിപ്പൊടി 100, ശബരി ഗോൾഡ് തേയില 250, 1/2 കിലോ ശർക്കര പൊടി, കടുമാങ്ങ അച്ചാർ 150 അല്ലെങ്കിൽ 200 ഗ്രാം, കടല 1/2 കിലോ, പപ്പടം 100 ഗ്രാം എന്നിങ്ങനെയാണ് 1280 രൂപ വില വരുന്ന നമുക്ക് 1000 രൂപക്ക് ലഭിക്കുന്ന അത്തം കിറ്റിലുള്ളത്. 1880 രൂപ വില വരുന്ന നമുക്ക് 1500 രൂപക്ക് കിട്ടുന്ന കിറ്റിൽ കഴിഞ്ഞ കിറ്റിനെ അപേക്ഷിച്ച് 5 കിലോ അരിയുണ്ട്. പിന്നെ ബാക്കിയുള്ള മറ്റേ കിറ്റിലുള്ള എല്ലാ വിഹിതങ്ങളും ഉണ്ട്. കൂടാതെ സൺഫ്ലവർ ഓയിൽ, കായം, രസപ്പൊടി, പായസക്കൂട്ട് എന്നിവയും ഇതിലുണ്ട്. 5 ഇനങ്ങൾ അധികമുണ്ട്. 30 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള 2540 രൂപ വില വരുന്ന 2000 രൂപക്ക് ലഭിക്കുന്ന കിറ്റിൽ 10 കിലോ അരിയാണുള്ളത്. അരിയെല്ലാം നമുക്ക് മട്ടരി, ജയരി, കുറുവരി ഇഷ്ടമുള്ളത് വാങ്ങാം. പിന്നെ 1 കിലോ വെളിച്ചെണ്ണ, പഞ്ചസാര 1 കിലോ,
തുവരപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, കടുക്, ഉലുവ, ജീരകം, മഞ്ഞൾപ്പൊടി, പുട്ടുപൊടി, മിൽമ നെയ്യ്, പായസം മിക്സ്, കായം, സാമ്പാർ പൊടി, പെരുംജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, ശബരി ഗോൾഡ് ടീ, ശർക്കരപ്പൊടി, ഉപ്പ്, കടുമാങ്ങ അച്ചാർ, ഉഴുന്നുപരിപ്പ്, വൻപയർ, കടല, പപ്പടം, സൺഫ്ലവർ ഓയിൽ, രസപ്പൊടി, പായസക്കൂട്ട്, അപ്പപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിങ്ങനെയാണ് ഈ കിറ്റിലുള്ളത്. ഏറ്റവും ചെറിയ കിറ്റായ 374 രൂപ 50 പൈസ വില വരുന്ന കിറ്റ് നമുക്ക് 299 രൂപക്ക് വാങ്ങാം. ഇതിൽ മുളക് പൊടി 100, മല്ലിപ്പൊടി 100, മഞ്ഞൾപ്പൊടി 100, സാമ്പാർ പൊടി 100, രസപ്പൊടി 100, ഉലുവ 100, കടുക് 100, പുട്ടുപൊടി 1 കിലോ, സേമിയ പായസം മിക്സ് 200 ഗ്രാം എന്നിങ്ങനെയാണ് ഈ കിറ്റിലുള്ളത്. ഇങ്ങനെ 4 കിറ്റാണ് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കുക. സൗജന്യ ഭക്ഷ്യ കിറ്റ് മഞ്ഞ റേഷൻ കാർഡിനാണുള്ളത്. ഇത് കൂടാതെ സപ്ലൈകളിൽ നിന്നും 13 സബ്സിഡി സാധനങ്ങളും അധിക അരിയും ലഭിക്കുന്നതാണ്. 1 രൂപ പോലും തിരിച്ചടയ്ക്കേണ്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്കായി SBI ഫൗണ്ടേഷൻ നൽകുന്ന SBI പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് 2026 പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. രാജ്യത്തുടനീളമുള്ള 25,707 വിദ്യാർത്ഥികൾക്ക് വേണ്ടി 100 കോടി രൂപയുടെ ധനസഹായമാണ് ലഭ്യമാക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 നവംബർ 4 പഠിക്കുന്ന കോഴ്സിനെ ആശ്രയിച്ച് 15,000 മുതൽ 20 ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുക. പഠനം പൂർത്തിയാകുന്നതുവരെ സാമ്പത്തിക സഹായം ലഭിക്കും. ട്യൂഷൻ ഫീസ്, മറ്റ് വിദ്യാഭ്യാസ ചെലവുകൾ ഉൾപ്പെടെ സമഗ്രമായിട്ടുള്ള സാമ്പത്തിക സഹായമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുക. 9ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാൻ. IIT-കൾ, IIM-കൾ, മെഡിക്കൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. കൂടാതെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. NIRF ടോപ്പ് 300-ൽ ഉൾപ്പെടാത്തതോ NAC A റേറ്റിംഗിൽ ഉൾപ്പെടാത്തതോ ആയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും സഹായം ലഭിക്കും. യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇനി പറയുന്നവയാണ്. അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുൻ അധ്യയന വർഷത്തിൽ കുറഞ്ഞത് 75% മാർക്ക് അല്ലെങ്കിൽ 7.0 CGPI നേടിയിരിക്കണം. കുടുംബ വാർഷിക വരുമാനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 ലക്ഷം രൂപയും കോളേജ് PG വിദ്യാർത്ഥികൾക്ക് 6 ലക്ഷം രൂപയും കൂടാൻ പാടില്ല. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് 10% ഇളവുണ്ട്. മുൻ അധ്യയന വർഷത്തെ മാർക്ക് 67.50% അല്ലെങ്കിൽ 6.30% CGPA നേടിയിരിക്കണം. പെൺകുട്ടികൾക്ക് 50% സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. SC/ST വിഭാഗക്കാർക്ക് 25% സീറ്റും സംവരണം ചെയ്തിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട വിധം: അപേക്ഷകൾ 2025 നവംബർ 15 മുമ്പായിട്ട് ഔദ്യോഗിക വെബ് പോർട്ടലായിട്ടുള്ള www.sbi-asha-scholarship.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി സമർപ്പിക്കണം. വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് വിവരങ്ങൾ പൂരിപ്പിക്കുകയും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണം. അപ്പൊ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ചെലവ് മുഴുവനായിട്ടും നൽകുന്ന രീതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.